തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ക്രൈസ്തവരും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പ്രതികരിച്ച് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ രാഷ്ട്രീയം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കണം? മതമാണ് ഞങ്ങളുടെ വിഷയമെന്ന് ചിലർ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ നാം മതം കലർത്താൻ പാടുണ്ടോ? കത്തോലിക്ക സഭയ്ക്ക് ഇവിടെ പ്രത്യേകമായ രാഷ്ട്രീയ നിലപാടുണ്ടോ? എന്തായിരിക്കണം സഭയുടെ രാഷ്ട്രീയം? തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് ചുറ്റും ഉയരുന്നുമുണ്ട്. സഭയ്ക്ക് രാഷ്ട്രീയമുണ്ട് എന്നതാണ് കൃത്യമായ ഉത്തരം. അത് പക്ഷേ കക്ഷി രാഷ്ട്രീയമല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ രാഷ്ട്രീയമാണ്. മനുഷ്യനെ അടിമകളാക്കുന്ന സകല വ്യവസ്ഥിതികളിൽ നിന്നുള്ള മോചനം ഉറപ്പാക്കുക, മനുഷ്യാന്തസ്സും അവകാശങ്ങളും തുല്യതയും മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സഭയുടേത്. ആ രാഷ്ട്രീയത്തെ മാനിക്കുന്നവരെയാണ് തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ വിജയിപ്പിക്കേണ്ടത്. അധികാരമോഹികളും നിക്ഷിപ്ത താൽപര്യക്കാരും നീതിപൂർവമായ നിലപാടുകളെടുക്കാൻ ധൈര്യമില്ലാത്തവരും സംഘടിത ശക്തികളിലൂടെ മുൻപിൽ പ്രീണനത്തിന്റെ വിലക്കെട്ട രാഷ്ട്രീയം ശീലമാക്കുന്നവരെയും വിലയിരുത്താനുള്ള സമയമാണിത്. ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയെ മാനിക്കുന്നവരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഭരണഘടനയുടെ മുകളിൽ തങ്ങളിലെ ശരികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കാൻ അനുവദിക്കുന്ന ഭീരുക്കളെയോ സ്വാർത്ഥരായ അധികാരമോഹികളെയോ ആകരുത് ഈ തിരഞ്ഞെടുപ്പിൽ നാം പിന്തുണയ്ക്കുന്നത്.